ഹലോ ഗൈസ്, HB റിയാക്സിൻ്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വാഴ 2ൻ്റെ ഒരു വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട്, അടബൊമ്മാലെ. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ. ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ, വീണ് കിട്ടിയ ജമ്മല്ലേ, ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ, അല്ലേ അല്ലേ. സറണ്ടറായി മനസ്സ്, നിരന്തരം നീ തപസ്, കുലുങ്ങലായി കൊലുസ്, മൃദംഗമായി ഞാൻ അനുരാധ. തലച്ചിനും പടച്ചതല്ലേ, വല്ലിപ്പ ചിരിച്ചതല്ലേ, വോൾക്കേനോ തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേടി. അടബൊമ്മാലെ അടബൊമ്മാലെ, ഫെയറി ടെയിലിൻ പ്ലോട്ടിവളെ, അടബൊമ്മാലെ അടബൊമ്മാലെ, ഫീൽ ഗുഡിൽ ഞാൻ തീർക്കാം ക്ലൈമാക്സ്. അടബൊമ്മാലെ എത്താത്ത കൈ എത്താത്ത, കിട്ടാത്ത പൂ കിട്ടിക്കാം, മങ്ങാത്ത തൂവെണ്ണ കല്ലിൽ നിന്നെ വരച്ചിടാം. എത്താത്ത കൈ എത്താത്ത, കിട്ടാത്ത പൂ കിട്ടിക്കാം, മങ്ങാത്ത തൂവെണ്ണ കല്ലിൽ നിന്നെ വരച്ചിടാം. ഒരു ജനുവരി മഴ ഇവളെ, ലവ് ഡെഫിനിഷൻ ഇനി ഇവള്. പടച്ചതല്ലേ, വല്ലിപ്പ ചിരിച്ചതല്ലേ, വോൾക്കേനോ തിളച്ചതല്ലേ, ഭയങ്കര രസമുള്ളൊരു വീഡിയോ സോങ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട്, എന്ത് നൈസ് ചാമായിട്ടാണ് ആശ്ര ചെയ്തേക്കുന്നത്. ഭയങ്കര ഈസിനെസ് പോലെ, എന്ന് വെച്ചാൽ അധികം എഫേർട്ടൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഈസി ആയിട്ട് റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചേക്കുന്നത്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. എനിക്കിനി തോന്നുന്നു നെസ്ലൻ, മാത്യൂസ്, സന്ദീപ്, ഇവർ ഈ കാറ്റഗറിയിലേക്ക് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ സ്റ്റാർസിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഒരാൾ തന്നെയാണ് ആശർ. ഇനിയിപ്പോൾ അടുത്ത പടങ്ങൾ സെലക്ട് ചെയ്യണ പോലെ ഇരിക്കും ആശറിൻ്റെ ഇനി കരിയർ. ഇപ്പോൾ പടം വേൾഡ് വൈഡ് 200 കോടി കളക്ട് ചെയ്തു. ഇപ്പോൾ അത് കേരള കളക്ഷൻ 100 കോടിക്ക് മുകളിലായി. ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണം. മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത നടന്മാർ പോലും കണ്ടൻറ് വൈസ് നോക്കി മലയാളികൾ ജയിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും സ്റ്റാർസിനെയൊക്കെ നോക്കിയാണ് പടങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ, അതിപ്പോൾ സ്റ്റാർസ് ഇല്ലെങ്കിൽ പോലും പടം ജയിക്കുന്നുള്ള അവസ്ഥയാണ്. നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട് വാഴ 2-ന്. വാഴ 1 വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ. ലവ് ഉണ്ട്, ഇമോഷൻ, കണക്ഷൻ, കോമഡീസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അതുതന്നെ മെയിൻ റീസൺ. പിന്നെ റിപ്പീറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിലായാലും നല്ല രീതിക്കുണ്ട്. അത് 2-3 പ്രാവശ്യം ആളുകൾ പോയി കാണുന്നത് അത് തന്നെയാണ് കാര്യം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ലോകേനെ വെട്ടിക്കില്ല. ലോകയുടെ വേൾഡ് വൈഡ് 300 കോടി കളക്ഷൻ ഉണ്ട്. അത് വെട്ടിക്കാൻ ചാൻസ് കുറവാണെന്ന് തോന്നണം. പക്ഷേ ചിലപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് കേരള കളക്ഷൻ ചിലപ്പോൾ വെട്ടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ വാഴ 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഗേൾസിനെ വെച്ചാണ്, ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ്. അതിനിപ്പോൾ അടുത്ത വർഷം ഷൂട്ട് എന്നാണ് പറയുന്നത് കേട്ടത്. ഇപ്പോൾ
പുതിയ പുതിയ നടന്മാരും പുതിയ പുതിയ ആൾക്കാരും വരുമ്പോഴാണ് ഇൻഡസ്ട്രിക്കും വളർച്ച ഉണ്ടാവും, നല്ല നല്ല വിജയങ്ങളുണ്ടാകും. അതും വലിയ വലിയ പടങ്ങൾ ചെയ്യാനും ബഡ്ജറ്റ് ഇറക്കാനും പ്രൊഡ്യൂസർ വില്ലിങ് ആവും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാജമൗലി പറഞ്ഞ പോലെ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ കത്തി കയറുമെന്ന് പറഞ്ഞു. ആ സ്പാർക്ക് 2024 തുടങ്ങി കിട്ടിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല 100 കോടി കളക്ഷനും 200 കോടി 300 കോടി വരെ എത്തി മലയാളം. അപ്പോൾ ഈ വർഷം തന്നെ 200 കോടിയായി ആട് 3യും വാഴ 2വും. ഇനി വരുന്ന പടങ്ങൾ അതും കളക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാട്രിയോട്ട് വരാനുണ്ട്, ദൃശ്യം 2, പിന്നെ വേറെ പല പടങ്ങളും വരാനുണ്ട്. ദൃശ്യം 2 അല്ല കേട്ടോ, ദൃശ്യം 3 ആണ് പറഞ്ഞു മാറി. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രി ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ ടോപ്പിലേക്ക് എത്തുമെന്ന് തന്നെ തോന്നണം. അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ ഇപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.